ഹലോ നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചട്നിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് 6 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ അളവിലാണ് കേട്ടോ തയ്യാറാക്കി കാണിക്കുന്നത്. നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാനായിട്ട്. നാടൻ തക്കാളിയാണ് കൂടുതൽ നല്ലത്. ഇത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. കൂടെ ഒരു 8 അല്ലി വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടിയും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കരുത്. ഒന്ന് അരച്ചു കൊണ്ടുവരാം കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓണാക്കിയതിന് ശേഷം ഒരു കടായി അടുപ്പിലോട്ട് വയ്ക്കാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ ഈ ചട്നിക്ക് കൂടുതൽ സ്വാദ്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർക്കുമ്പോൾ തീ കുറച്ച് വെക്കണം. ചെറിയ തീയിൽ മുളക് പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. കരിഞ്ഞു പോവരുത്. ഇപ്പോൾ ദാ മുളക് പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മിക്സി കഴുകിയെടുത്ത കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ദാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ തക്കാളി ചട്നി വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ പാകമാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു തക്കാളി ചട്നിയാണ്. വെളുത്തുള്ളിയുടെ ആ ഫ്ലേവറൊക്കെ ചേർന്നിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു പണിയില്ല. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി ചട്നിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിട്ടാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.